അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിവിടെ കളിക്കുന്നത് ഗ്രാനി 2 ആണ്. അപ്പോൾ അപ്പാപ്പനും അമ്മൂമ്മയൊക്കെ ടൂറ് പോയിരിക്കുകയാണ് ഗൈസ്. അതുകൊണ്ട് നമ്മൾ വീട്ടിലൊറ്റയ്ക്കാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. ഇത് കുറേ നേരം എടുക്കുമായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ് ഡേ 1 ആയിട്ടുണ്ട്. അപ്പോൾ അപ്പനും അമ്മയും ടൂർ പോയാൽ കണ്ട് നമുക്കൊരു പരിപാടി നേരെ അങ്ങോട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ് ഇത് മറ്റേ റൂമല്ലേ, ആ ബോട്ടിൻ്റെ അവിടെ നിന്ന് നമുക്ക് എന്തെങ്കിലും കിട്ടുമോ നോക്കാം ഗൈസ്. ഞാൻ കുറേ വീഡിയോകളിലൊക്കെ കണ്ടിട്ടാണ് ഈ വഴി എങ്ങനെയൊക്കെയോ മനസ്സിലാക്കിയത്. ഓക്കെ, പക്ഷെ പുഴയിലൊക്കെ ചാടാൻ പോയത് നമ്മുടെ അവസ്ഥ പോയി എന്ന് പറഞ്ഞാൽ മതി. ഇത് വീട്ടിലോക്കളെ പാഡോക്കിൻ്റെ കീ വേണം. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ബോട്ടിൽ കയറി നോക്കിയാലോ. വാട്ട് എ പെർഫെക്റ്റ്. ഇതിൻ്റെ ഓയിലൊക്കെ എനിക്ക് എവിടെയാണെന്നറിയാം, വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടേ. നമുക്ക് മുകളിൽ പോയിട്ട് വരാം. മുകളിൽ നമ്മൾ കിച്ചൻ്റെ അവിടെ വന്ന് ഇതിൻ്റെ അകത്ത് നമുക്ക് സ്പാനർ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫ്രിഡ്ജ് എപ്പോഴാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് ഞാൻ പറഞ്ഞേക്കാം. ഈ റൂമിലാണ് ഗൈസ് ക്രോബാർ കിടക്കുന്നത്. ക്രോബാറിൻ്റെ സ്ഥലം നമുക്ക് ഇവിടെ ഒരു സാധനം ഉണ്ടല്ലോ, ഇരുന്നിട്ട് നമുക്കിത് കളയാം. ഗൈസ്, അപ്പോൾ നമുക്ക് ക്രോബാർ കിട്ടിയിട്ടുണ്ട്. ക്രോബാർ എടുത്തുകൊണ്ട് നമുക്ക് നേരെ പോവാം. അപ്പോൾ നമ്മൾ താഴെ എത്തിയിട്ടുണ്ട്. ഇനി ക്രോബാർ വെച്ചിട്ട് ഓക്കെ, നമുക്ക് സ്പാർക്കിൾ കിട്ടിയിട്ടുണ്ട്. ബോട്ടിൻ്റെ ഒരു സാധനമാണ്. അപ്പം നമുക്ക് നേരെ ബോട്ടിൽ പോയാൽ നമുക്ക് ബോട്ടിൽ കയറാൻ. ഓക്കെ, എൻജിൻ ഇപ്പം അല്ല സ്റ്റാർട്ട് ചെയ്യണ്ടേ. ഓക്കെ, അവിടെ കൊണ്ടാണ് കുത്തിക്കേണ്ടത്. അപ്പോൾ നമ്മൾ കുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓയിൽ എവിടെയാണ് പോയി നോക്കിയിട്ട്. നമ്മൾ ക്രോബാറോടെ എടുത്തിട്ട് പോവാം. ചിലപ്പോൾ വേറെ പെട്ടി ഇങ്ങനെ മണ്ടേ കാണുവാണെങ്കിലോ. അതേത് റൂമടെ എന്താണ്? സേഫ് കീ വേണം. ഇനി സേഫ് കീ നമ്മൾ എവിടെ നിന്ന് എടുത്തിട്ട് കൊടുക്കാൻ? ഒരു കീ കിട്ടിയിട്ടുണ്ട്. ഇത് സെക്യൂരിറ്റി കീയോ? ഹാങ്ങർ കിട്ടിയിട്ടുണ്ട്. ആരുടെ ഹാങ്ങർ കിട്ടും? നമുക്ക് ഈ സംഭവം എന്നൊക്കെ നോക്കിയിട്ട് പോവാം. ബൈക്കിലോട്ട് ഇതിൻ്റെ അടുത്തൊരു കൊണ്ടാവില്ല. പിന്നെ എന്തിനാണ് ഇത് എടുത്ത് വെച്ചപ്പോൾ? ഇതിൻ്റെ അകത്തൊന്നും എനിക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട് കേട്ടോ. അവിടെ എന്തെങ്കിലും ഇങ്ങനെ ചേണ്ടോ? ഗൈസ് തള്ളച്ചി. ഇവിടെ ടി വി ഒക്കെ ഉണ്ട് അവിടെ.
അലമാരക്കകത്ത് എന്തുവാന്ന് പോയി നോക്കിയിട്ട് വരാം. എന്താണ്? ഹെലികോപ്റ്റർ കീ. ഇനി ഹെലികോപ്റ്റർ കീ കൂടെ എടുത്തിട്ട് വേണം മനുഷ്യൻ്റെ സമാധാനം കൊടുത്താൽ. ഇത് ലോക്കിട്ട് വെച്ചേക്കണം. ഇത് ഏത് റൂമടി? ബാത്റൂമിൻ്റെ അകത്ത് ഈ പീസ് ഓഫ്. ഓക്കെ, ഇതെന്തൊരു സാധനം? ഇതെന്താണ്? ബോട്ട് കീ കിട്ടി ഗൈസ്. അപ്പോൾ ബോട്ട് കീ അവിടെ ഇരിക്കട്ടെ. നമുക്ക് എന്നാൽ പിന്നെ നമുക്ക് ബോട്ട് കീ അങ്ങോട്ട് എടുത്തിട്ട് പോവാം. അയ്യോ, ക്രോബാറേ അവിടെ കിടക്കണേ. ഞാൻ വരുമ്പോൾ അവിടെ തന്നെ കാണണേ. ഓക്കെ, നമുക്ക് നേരെ ബോട്ടിൻ്റെ അടുത്ത് പോവാം. ഈ ബോട്ട് കീത് സ്റ്റിയറിങ് എപ്പോൾ നമുക്ക് വരും? ഇവിടെ സ്റ്റിയറിങ് കിട്ടിയാലേ നമുക്കിനിയും സംഭവം ചെയ്യാനായിട്ട് കഴിയും. ഇതൊക്കെ നമ്മൾ എവിടെയായിരുന്നു? ഈ സ്ഥലത്തോട്ടൊക്കെയല്ലേ പോയത്. ഹെലികോപ്റ്റർ കീ ഇവിടെ നിന്ന് തുറക്കാൻ പറ്റില്ലേ? മറ്റേ ക്രിസ്മസ് ഗ്രാനിക്കകത്ത് അതൊക്കെ തുറക്കും. ഓ, ഇവിടെ ലോക്കല്ലേ. ഈ റൂമാണ് നോക്കാവേ. ഇതെന്താണ്? ഇലുമിനാണ്ടി സാധനമോ? സ്പൈഡർ ഇല്ലേ? ഇതെന്താണ്? സിലിണ്ടറിനോട് അയ്യോ നീങ്ങുന്ന ഇതിൻ്റെ. ഓ, വെപ്പൺ കീ. ഇനി മറ്റേ സാധനം അവിടെ പോയി തപ്പാനാണോ എന്തോ? ഇതെന്ത് സാധനം? ഹൈ പിയാനോ. പിയാനോടൊക്കെ ഇത് വരുമോ? തൽക്കാലത്തേക്ക് നമ്മളിനിയിപ്പോൾ എവിടെയൊക്കെ പോകണ്ടേ? ബാത്റൂം. ഷവർക്ക ഉണ്ടായിരുന്നു. ഇതിനകത്ത് വലിയ ഇലുവനോട് സാധനം ഉണ്ടോ? അതവിടെ നിന്നാണ് ഒരു മണ്ടർ മുറി. ഓ, നമ്മൾ ക്രോബാർ അവിടെ വെച്ചിട്ട് പോയിരുന്നു. അപ്പം ക്രോബാർ എടുത്തോണ്ട് നമുക്ക് നേരെ മുകളിലെ വഴി ഇനി നമുക്ക് തപ്പണം. ഇവിടെ നമ്മൾ കയറി വന്നായിരുന്നു അല്ലേ? നമുക്കിവിടെ ഒരു സംഭവം കിട്ടിയിട്ടുണ്ട്. ഡോർ ലോക്ക്. അത് നമുക്ക് പിന്നെ ഉണ്ട്. ഏത് ഡോർ ലോക്കാണ് ഒരു ഇവിടെ പൂട്ടിക്കാൻ അതിലെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, പറ്റാത്തൊരു സ്ഥിതിക്ക് നമ്മൾ കയറി കൊണ്ടുപോയി. ഇത് മറ്റൊരു സ്ഥലമില്ലേ? എന്നാലും നന്നായി ഇവിടെ നോക്കി കിട്ടിയത്. ഇവിടെ ഇതിനകത്ത് ഒരു കുത്തും ഇല്ലെങ്കിൽ ഞാൻ ഈ വീട് വിട്ട് ഇറങ്ങിപ്പോവും. അമ്മേ, ഞാൻ പറഞ്ഞു കേട്ടില്ലേ, ഞാൻ ഈ വീട് വിട്ട് ഇറങ്ങിപ്പോവും. ഹായ്, നമുക്ക് കിട്ടിയില്ല ഗൈസ്. ഓക്കെ ഗൈസ്, നമുക്ക് ചെന്നാൽ സ്പൈഡീനെ അങ്ങോട്ട് കൊന്നാലോ? പുതിയൊരു രോഗം. ക്രോബാർ നമുക്ക് വേണം. അപ്പം തൽക്കാലത്തേക്ക് ഇത് വെക്കാം. നമുക്ക് പോയി ക്രോബാർ എടുക്കാം ഗൈസ്.
ക്രോബാർ എവിടെയും കണ്ട ഞാൻ കളഞ്ഞിട്ട് പോയാൽ അതുകൊണ്ട് കിടക്കാം. അത് അതിന് മുമ്പ് നമുക്കത് ഈ ഒരു കബോർഡോട് ഒന്ന് ചെക്ക് ചെയ്ത് ഓക്കെ. എന്തായാലും നന്നായി, നമുക്ക് തോക്കെങ്കിലും കിട്ടിയില്ലേ. ഓക്കെ, ഇതിൻ്റെ എന്താ സാധനമുണ്ട്. ഇത് കട്ടിങ് ലൈൻസ്. ഇത് വെച്ചിട്ട് നമുക്ക് എന്തോ ചെയ്യാനാ. ഇത് അപ്പുറത്ത് കിടക്കുന്ന സംഭവം ജനൽ വഴി. ഇവിടെ എന്തെങ്കിലും ഒരു കുന്തമുണ്ടോ? ക്രോബാർ അവിടെ നിന്ന് കിടക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് കണ്ണു നോക്കുന്നത് ചെറുത്ത ഗ്രാൻഡ് ഒന്നും കണ്ട എൻ്റെ ഒരു പേടി. അതിനിടെ സെക്യൂരിറ്റിക്ക് സെക്യൂരിറ്റിക്ക് നമ്മൾ എവിടെയാണ് കണ്ടത്? ഓക്കെ, അപ്പം നമുക്ക് അവിടേക്ക് ഇവിടെ എല്ലാവരും ഇപ്പടിക്ക് കിട്ടി ഗൈസ്. മറ്റേ ഹാങ്ങറൊക്കെ തൂക്കിയൊരു സ്ഥലം ഇല്ലായിരുന്നു. ഇവിടെ ഇപ്പം കിട്ടി. ഈ ഒരു റൂം കണ്ടപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. ഇവിടെ അല്ലായിരുന്നു സെക്യൂരിറ്റി കീ വേണ്ടത്. ഇവിടെ സേഫ് കീ ശരിയാണല്ലോ. സെക്യൂരിറ്റി കീയും കൂടി എടുത്തുകൊണ്ട് നമുക്ക് നേരെ മണ്ടയിലേക്ക് പോവാം. എവിടെയാണ് ഇപ്പം നമ്മൾ ആ സാധനം കണ്ടത്? ഒരു ബന്ധം ഉണ്ടായില്ല. ഓക്കെ, അപ്പോൾ ഗൈസ് നമുക്ക് CCTV വൈബ് ഇതൊന്നും തുറക്കാൻ പറ്റില്ല. പിന്നെ എന്താ ഈ ജനൽ 100,000 രൂപ വെച്ചേക്കണേ? ഇതെന്തൊരു ഗൈസ്? ഡോർ ഹാൻഡിൽ. ഡോർ ഹാൻഡിൽ എവിടെയാണ്? വീണ്ടും ഈ സാധനത്തിൽ നമ്മൾ എടുത്തോണ്ട് നോക്കണേ. ഇലുമിനാണ്ടി സാധനം ഇത്ര ആഡംബര വീടോ? ഗൈസ് ഇതെന്തൊരു സാധനം? വെപ്പൺ കീ നമുക്ക് കിട്ടി. എന്തൊരു ലോകം! നമുക്കിഷ്ടപ്പെടാത്തൊരു സംഭവത്തിൻ്റെ നമ്മളതിന് കയറുമല്ലോ. അയ്യോ, പ്രാന്ത് പിടിച്ചിട്ട് വഴി വരെ ഞാൻ മറന്നു കേട്ടോ. അയ്യോ ഗൈസ്, ഞാൻ മറന്നു. സമയം ഞാൻ മറന്നു. അല്ല, സത്യം പറഞ്ഞത് എവിടെയാണ്? സിലിണ്ടറിലൊക്കെ എഴുതിയൊരു ഷെൽഫ് ഉണ്ടായിരുന്നല്ലോ. സത്യം പറഞ്ഞാൽ ഞാൻ വെബ്രാതി ആയിപ്പോട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇവിടെ. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് സാധനം. ഓക്കെ, ഈ കണ്ണിപ്പോൾ നമുക്ക് എന്തിനാണ് ഗൈസ് ശരിക്കും പറഞ്ഞാൽ? ഇതെന്താണ് ഈ മനുഷ്യന് ഭ്രാന്ത് പിടിക്കുന്നത്? ഓക്കെ, നമുക്കിനി ഇത് ആരെ കൊല്ലണം ഇത് വെച്ചിട്ട്. ഓക്കെ, നേരെ എങ്ങോട്ട് പോവാം നമുക്ക്?
വേട മോനൂസേ ഇങ്ങോട്ട് വന്നേ. ഇതിപ്പോൾ അതിനെ എങ്ങനെ വിളിക്കണേ? ഒന്നും പറഞ്ഞു വീഴേ. എന്തെങ്കിലും ഒരു ഒറ്റ അടിച്ച് അതിന് പറഞ്ഞു. എന്തായാലും നമുക്ക് ഓക്കെ അവിടെ എന്തായാലും ഷൂട്ട് ചെയ്യാൻ. വെറുതെ ഒരു ഉണ്ടയും പോയി. ഈ സാധനം എന്താണ് ഇറങ്ങിയത്? മോനൂസ് ഇറങ്ങി തന്നെയാണ്. യെസ് ഗൈസ്, ഇനി നമുക്ക് മറ്റേ ഒരു സാധനം നമ്മളവിടെ കണ്ടില്ലായിരുന്നു, കിച്ചണിലല്ലായിരുന്നു. എന്തോ ഒരു സ്പാനർ പോലത്തെ വ്രഞ്ചെങ്ങാണ്ട് നമ്മൾ കണ്ട. ഈ കിച്ചണത്ത് എവിടെയാണ് എത്ര ഒരു വീട് വെച്ചിട്ട് മനുഷ്യനെ പ്രാന്ത് പിടിക്കുന്നത്? ഇതേ സ്ഥലം? അയ്യോ, ഇതല്ലേ നമ്മൾ നേരത്തെ വന്ന സ്ഥലം. എൻ്റെ പൊന്നുകളെ എവിടെയെങ്കിലും വായ അടച്ചിരിക്കാൻ. അമ്മയും കൊണ്ട് അവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഫ്രഞ്ച് എടുത്തുകൊണ്ട് നേരെ അങ്ങോട്ട് പോകാം. ഒന്നും പരിപാടിയല്ല. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ് അമ്മയൊക്കെ അവിടെ എന്തോ ഒരു പരിപാടി ചെയ്യും. ഈ ഫ്രഞ്ച് എവിടെയും കണ്ടില്ലായിരുന്നു, യൂട്യൂബിലുണ്ട്. അതുകൊണ്ടിരിക്കുന്നു. എവിടെയും കൊണ്ടാണ് നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ ഗൈസ്, ഇവിടെ എന്ത് സംഭവിക്കും? സ്ക്രൂ ഊരിയോ? ഇവിടെ ഞാൻ കിടക്കില്ല. ഓക്കെ, അപ്പോൾ ഇനി ഇതെന്ത് സംഭവിക്കും? ഗൈസ്, ഇവിടെയൊക്കെ പുഴ പോയിട്ടുണ്ട്. ഫ്രണ്ട്സ്, ഇവിടെ എന്തുണ്ട്? ഇതെന്താണ്? ഗായ്സ് അത്ഭുതം! സേഫ് കീ കിട്ടി. ഓക്കെ, സേഫ് കീ ഇത് എവിടെയായിരുന്നു? ഇലുമിനാണ്ടി സാധനം ചത്തപ്പോൾ എന്തോ പോലെ കിടക്കുന്നത്. അല്ല പറഞ്ഞോലി സേഫ് കീ കിട്ടി. ഇവിടെ സേഫ് കീ വെക്കേണ്ടത്. ചേട്ടായോട് പറഞ്ഞു കേട്ടോ, ആരും വിഷമിക്കേണ്ട. ഗൈസ്, നമുക്ക് ഗ്യാസ് ഓയിലും കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് നേരെ ഇത് എടുത്തുകൊണ്ട് അങ്ങോട്ട് താഴെ പോവാം. നമുക്ക് നേരെ ഗ്യാസ് ഓയിലും കൂടി എടുത്ത് ഞങ്ങൾ പോകാം. എന്താണ് ലെഫ്റ്റ് സേഫ്റ്റി കിട്ടിയത്? ഇലുമിനാടി സാധനത്തിന് നമ്മൾ കൊന്നയും കൊണ്ടാണ്. ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് സേഫ്റ്റി കിട്ടില്ലായിരുന്നു. ഇപ്പോഴാണ് എൻജിൻ സ്റ്റാർട്ട് ചെയ്യാൻ പറയണ്ടേ. ഇനി നമുക്ക് കുറേ സംഭവം വേണം. നമ്മൾ ഓയിൽ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ബോട്ട് വീക്കുന്നുണ്ടല്ലോ ഗൈസ്, നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഗ്യാസ് ഓയിലിൻ്റെ സാധനം ഇവിടത്തെ വെള്ളമൊന്നും പോയിട്ടില്ലായിരിക്കും. നമുക്ക് നമുക്ക് ബോട്ടിങ്ങിനൊന്ന് ഓണാക്കി നോക്കാം. ഇതെന്തുവാ? സ്റ്റിയറിംഗ് വീൽ വേണം. ഓക്കെ, നമുക്ക് ഇവിടെ ഒന്ന് വെക്കാം. ഇവിടെ ഒന്നും പറ്റൂല. ഓക്കെ, ദി ബോട്ട് ജെറ്റ് എല്ലാം ശരിയാവണം. അപ്പോൾ ഗൈസ്, നമുക്കിത് ഇവിടെ എങ്ങനെ കളഞ്ഞിട്ട് പോവാം. നമുക്കിനി മറ്റേ സ്റ്റിയറിംഗ് വീല് വേണം. സ്റ്റിയറിംഗ് വീൽ ഇപ്പോഴാണ് ഗൈസ് ഞാൻ നോക്ക്. മണ്ടയില ഏതൊരു സാധനമുണ്ട്. ഒരു കോണി എവിടെയും കണ്ടല്ലായിരുന്നു. എന്നാലും കോണി കയറുന്ന സ്ഥലം എവിടെയാണ്?
ഓക്കെ, അപ്പോൾ ഇപ്പോഴാണ് എനിക്ക് കിട്ടിയത് സെക്യൂരിറ്റി റൂമിലും കണ്ടാ ഇവിടെയാണ് ഗൈസ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ലാബിൽ കയറിക്കൊണ്ട് പോവാം. ഇതെങ്ങോട്ടാ ഏറ്റവും മുന്നേ പോണേ? ഇതിൻ്റെ അകത്ത് എന്താ? ഓ ഗൈസ്, ഹാൻഡ് വീൽ. നമ്മൾ ബോട്ടിൽ നിന്നും രക്ഷപ്പെടാൻ പോകുന്നു ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് ഇതെവിടെയായിരുന്നു ലാഡർ? ഇതിൻ്റെ അകത്ത് എന്തുകൊണ്ടാണ്? ഓഹ്, ഇവിടെ എന്തെങ്കിലും ആയിട്ടെ അതുകൊണ്ടിരിക്കുന്നു. ഓക്കെ, നമുക്ക് നേരെ താഴെ അങ്ങ് ഇറങ്ങിപ്പോവാം. ഇതാണ് നമുക്ക് ഇത്രയും കൂടെ എളുപ്പമായിട്ട് തോന്നിയത്. ഓ ഗൈസ്, അപ്പോൾ ഇത് ഹാൻഡ് വീലായിരുന്നു പണ്ടാരം. ഞാൻ സന്തോഷിച്ച് തുള്ളിച്ചാടി വന്നതായിരുന്നു. സ്റ്റിയറിംഗ് വീൽ നിങ്ങളും പേരോർത്ത് വെച്ചോട്ടോ. എൻ്റെ അകത്ത് എന്ത് കാണും? എന്തുകൊണ്ടും കാണുന്നു എന്തോ അവിടെ. നമുക്ക് മറ്റേ റൂമിലോട്ട് പോവാം. എന്നിട്ട് അവിടെ എന്ത് കുന്തോ മേടിക്കുന്നത് നമുക്ക് നോക്കാം. ഇവിടെ അല്ലായിരുന്നല്ലോ, അവിടെ ആയിരിക്കും. നേരെ മണ്ടയ്ക്ക് കയറിപ്പോ. അതെ, ഇതെവിടെയാണ് മണ്ടയ്ക്ക് കയറിപ്പോണേ? ഞാൻ പിടിച്ചു പോട്ടെ. ഇത് ഏത് മണ്ടയ്ക്ക് കയറിപ്പോണേ? അയ്യോ, ഇവിടെ കയറാനുള്ള സ്ഥലമല്ലായിരുന്നല്ലേ. ഓ, സംതിങ് ഈസ് ബ്ലോക്കിങ്. നമ്മളിവിടെ കുടുങ്ങിയതാണോ അതിൻ്റെ അർത്ഥം? ഇവിടെ ചെയിനൊക്കെ ഇട്ട് പൂട്ടി വെച്ചേക്കുന്നത്. അപ്പം അവിടെയാണ് സ്റ്റിയറിംഗ് വീൽ ഇരിക്കുന്നത്. സംതിങ് ഈസ് മിസ്സിങ്. ഇതെന്താ കാണിക്കാനാണ്? നമുക്കൊന്ന് ഷൂട്ട് ചെയ്ത് നോക്കണം. വേണ്ട, ഓക്കെ. അപ്പോൾ നമ്മൾ തോക്ക സാധനത്തിൻ്റെ അടുത്താട്ടോ. അപ്പോൾ നമുക്കിനി ആ സാധനത്തിൻ്റെ റൂം കണ്ടുപിടിക്കണം. ഇവിടെ നമ്മൾ ചെക്ക് ചെയ്തില്ലായിരുന്നു. ഇതിൻ്റെ അകത്ത് മറ്റേ സാധനം. ഓക്കെ, അത് എവിടെയായിരുന്നു? മറ്റേ സാധനത്തിൻ്റെ റൂം, മറ്റേ അടുക്കള. ഓ, പണ്ടാരും നമുക്ക് തെറ്റുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മുടെ തോക്ക് കിടക്കുന്നു. ഇപ്പം കിട്ടി. ഞാൻ ഇടയ്ക്ക് ഈ റൂമിലോട്ട് കയറുമ്പോൾ തലയൊക്കെ ഒന്ന് മറന്നു കേട്ടോ. വെപ്രാന്തി പിടിച്ചിട്ട് ഞാൻ ചത്തു. എവിടെ ഓക്കെ, നമ്മുടെ കൊണ്ട് നമുക്ക് കയറ്റാം. 2 എണ്ണം. ഓക്കെ, ഓക്കെ. അപ്പോൾ ഇവിടെയെല്ലാം നമുക്ക്
ബെസ്റ്റ്. നമ്മുടെ ഉണ്ടയും തീർന്നു. ഈ ലോക്ക് കൊണ്ട് മനുഷ്യൻ തോറ്റ് ഗൈസ്. ഗൈസ് അതുകൊണ്ട് അവിടെ തുറന്നു കിടക്കുന്നു. ഓ അപ്പൊ നമ്മള് ഏറ്റവും താഴെ ഇനി പോകണം. നമുക്ക് ഇതിവിടെ എങ്ങനെ കിടക്കട്ടെ. കുഴി ചാട്. ഓക്കെ ഏറ്റവും താഴെ പോയാലേ നമുക്ക് തെറ്റി സ്ഥലം തെറ്റി. അല്ല ഗൈസ് നമ്മൾ എന്തായാലും കൊടുക്കാമെന്ന്. അയ്യോ ഇതിൻ്റെ അകത്തല്ലേ നമ്മുടെ. ഇനി വീണ്ടും മണ്ടക്ക് കയറി പോണം. ഇവിടെ കണ്ടില്ലായിരുന്നു മറ്റേ ക്രോബർ വരുന്ന സംഭവം. മറ്റേ ടൈപ്പ്. അപ്പോൾ പൈസ സേഫ് കീ ആയിരുന്നു. സോറി. അല്ല ഇനി മറ്റേ ക്രോബർ സാധനം. ഹെലികോപ്റ്റർ കീ. ഓക്കെ അപ്പോൾ ഇവിടെ കട്ടിംഗ് പ്ലെയർ. ഇനി ഇത് എവിടെ കൊണ്ട് കയറ്റുന്ന തെറ്റുണ്ട്. ഓക്കെ ഗൈസ്. അയ്യോ നമ്മുടെ വഴി ഈ സമയം നമുക്ക് തെറ്റിപ്പോവാണ്. പേടിച്ചു പോവാ മനുഷ്യൻ. ഓക്കെ എനിക്കറിയാം ഈ കട്ടിംഗ് പ്ലെയർ വെറുതെ ഇവിടെ ഇരിക്കൂലെന്ന്. അപ്പോൾ ഗൈസ് നമ്മൾ പെട്ടിരിക്കുകയാണിപ്പോൾ. എന്തോ ചെയ്യണമെന്ന് പോയി നമുക്ക് പറഞ്ഞുകൂടാ. ഇതെവിടെ ഇനി വെക്കണം? ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ അങ്ങോട്ട് പോയാൽ നമ്മുടെ മരണം വരുമോ എനിക്കറിഞ്ഞൂടാ. അതുകൊണ്ട് ഞാൻ നേരെ ഇങ്ങോട്ട് പോവാണ്. ഇതെന്തിനുള്ള സംഭവമാണ്? പാഡ്ലോക്കിയോ? അയ്യോ അപ്പോൾ അവിടെ ആയിരിക്കും ബാക്കിയുള്ള സാധനങ്ങൾ ഇരിക്കുന്നത്. എനിക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള ഒരു സ്റ്റിയറിങ് എടുത്തുകൊണ്ടായിരുന്നു ഞാൻ വന്നത്. പക്ഷെ ഇപ്പോൾ ഇത് വല്ലാത്തൊരു കഷ്ടപ്പാടായി പോയില്ല ഗൈസ്.
ഇവിടെയും കൂടെ രണ്ടിടത്ത് ഉണ്ടാ. അയ്യോ, ഇനി തോക്കെടുക്കാനായിട്ട് എന്തെങ്കിലും പറ്റുമോ നമുക്ക്? എന്തായാലും രണ്ടുണ്ടോ? ഷൂട്ട് ഗണ്ണ് വേണം ഇനി നമുക്ക്. അയ്യോ ഗൈസ്, എനിക്ക് തലയിറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. അയ്യോ, നമ്മുടെ ഏറ്റവും മണ്ടയിലായിരുന്നു സാധനം ഇരിക്കുന്നത്. അയ്യോ ഗൈസ്, എനിക്ക് എങ്ങനെയൊക്കെയോ അങ്ങോട്ട് എത്തിയാൽ മതിയായിരുന്നു. ഏറ്റവും മണ്ടക്കാണ് നമ്മുടെ ഷൂട്ട് ഇരിക്കുന്നത്. ഇവിടെയൊന്നും ഇല്ലേ? അയ്യോ, നമ്മളിനി എന്തോ ഇപ്പം ചെയ്യണ്ടേ? ഇവിടെ ഒന്നും ഇല്ല. അയ്യോ, അവിടെ പണ്ടാരതിൻ്റെ അടുക്ക് തുമ്മലും എനിക്ക്. അല്ല, ഇതെന്താണ് സാധനം? ഗ്ലാസ് ഫ്യൂസാ? അതെന്താണ്? എന്തായാലും ഗ്ലാസ് ഫ്യൂസ് അവിടെ ഇരിക്കട്ടെ. എനിക്ക് ആ മണ്ടക്ക് പോകാനായിട്ട് പേടിയായിട്ടിരിക്കണം. ഇതെന്തെങ്കിലും വേണ്ടി? ആ, ഇവിടെ നല്ലതാണ് നമ്മൾ മറ്റേ ക്രോബാർ എടുത്തത്. എൻ്റെ പൊന്ന് ഗൈസ്, മണ്ടക്ക് പോണ മറ്റേ സാത്താൻ അവിടെ ഇരിപ്പുണ്ട്. ഗൈസ്, എനിക്ക് പേടിയായിട്ട് വയ്യ. നമ്മുടെ ഗണ്ണ്, ഷൂട്ട് ഗൺ. ഓക്കെ, അപ്പോൾ ഗൈസ്, നമ്മൾ ഇവിടെ വന്നപ്പോഴാണ് മറ്റേ സാത്താനെ കാണുന്നില്ല. എനിക്ക് പേടിയിട്ടും വയ്യട്ട്. അയ്യോ, നമ്മൾ ഏണി ഇനി ഇറങ്ങണം നമുക്ക്. ഇതെന്തൊരു എലിമണ്ണാണ്ടി. അമ്മേ, നമ്മൾ അവിടെ എത്തി. ഓ, ഭാഗ്യം, നന്നായി നമ്മളെ ഇറക്കിയത്. ഇനി നമ്മുടെ മറ്റേ സ്റ്റെപ്പ് എവിടെയാണ്? സാധനം CCTV ഫുട്ടേജ്. ഇവിടെ ഇല്ലേ? കിച്ചണിലില്ല. ഏറ്റവും താഴെയാണ് നമുക്ക് നോക്കേണ്ടത്. ആ, ഇവിടെ 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 ഇല്ല. അപ്പോൾ നമുക്ക് നേരെ താഴോട്ട് പോകണോ? ഈ സ്ക്രീൻ എന്താണ്? ആ, ഓക്കെ. അപ്പം അവിടെ ഓക്കെയാണ്. എന്താണ്? ഡോർ ഹാൻഡിൽ. അല്ലെങ്കിൽ ഇതെന്തിനാ ശരിക്കും പറഞ്ഞ? നേരെ പോവാ നമുക്ക്. ഞാനൊട്ട് പഴുതായിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഷുഗറിൻ്റെ സംഭവം കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഏറ്റവും താഴെ പോയിട്ടാണ് അവിടെ ചെയ്യേണ്ടത്. എൻ്റെ മുന്നോട്ട് സാത്താനെ ഇതിപ്പെടുത്ത് നമ്മുടെ ഷൂട്ട് ഗൺ പോകും. അതുകൊണ്ട് നമുക്കിപ്പോൾ അതെടുക്കണ്ട. ഓക്കെ, നമ്മൾ താഴെ ശ്രദ്ധിക്കേണ്ടത്. ഏറ്റവും താഴേക്ക് പോയിട്ട് ഓക്കെ, നമുക്ക് ഗേറ്റിൻ്റെ അവിടേക്ക് ഒന്ന് വെട്ടി വെക്കണം. അപ്പം നമുക്കിനി ഫ്രഞ്ച് ഒന്ന് വേണം. ഓക്കെ, അപ്പം നമുക്കിനി ഫ്രഞ്ച് ഒന്ന് പോയി എടുക്കണമല്ലോ ഗൈസ്. ഓക്കെ, അപ്പം നമ്മുടെ ഫ്രഞ്ച് ഇതെന്താണ് സാധനം?
ഇത് മറ്റേ സ്ഥലമാണോ? ഓക്കെ, ഇവിടെ നിന്നാണ് നമ്മൾ നോക്കിയത് താത്തത്. നമുക്കൊന്ന് കുനിഞ്ഞിട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഗൈസ് നമുക്ക് ഫ്രഞ്ച് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഷോട്ട് കിടക്കട്ടെ. നമുക്ക് മണ്ടയിലോട്ട് കയറാം. ഇതെന്തുവാടെ സെലൻട്രീന് മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് സെലൻട്രീന്. തർക്കാലം ഇവിടെ അങ്ങനെ ആരുമൊന്നും ഇല്ല എന്ന സ്ഥിതിക്ക് നമുക്ക് അങ്ങോട്ട് ഇറങ്ങിയേക്കാം. അല്ല, നമ്മുടെ ആ ബോട്ടിൻ്റെ അടുത്തോട്ടായിരുന്നു നമുക്ക് പോവേണ്ടത്. അല്ല, എന്നാലും ഈ ഫ്രഞ്ച് വെച്ച് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാലും മണ്ടത്തിന് തീർപ്പിനൊക്കെ. അപ്പം നമുക്കിനി ഏറ്റവും താഴേക്ക് പോവാം. മറ്റൊരു ചതുരസ്ഥലം എന്ത് ചെയ്യുന്നാലേ നമുക്ക് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. ഇനിയിപ്പോൾ എന്തായിരിക്കും നമുക്ക് വേണ്ടത്? നമ്മുടെ ഗണ്ണിപ്പോഴും ഇടക്കിടക്കാണ്. ഗൈസ്, അപ്പം നമുക്ക് ഈ ഡോറൊക്കെ ഒന്ന് തുറന്നു നോക്കിയാലോ. ഇതിൻ്റെ അകത്തൊന്നുമില്ല, ഇതിൻ്റെ അകത്തൊന്നുമില്ല, കുന്ത ഇതിൻ്റെ അകത്തൊന്നുമില്ലേ. ഈ പാട്ട് വെക്കുന്നത് മണ്ടയ്ക്ക് വല്ലതും ഉണ്ടോ? ആ, അവിടെ ഒരു തുരുമ്പിച്ച ഭാഗം ഉണ്ടല്ലോ. ഈ തുരുമ്പിച്ച ഭാഗത്തെ നമുക്കെല്ലാം തുറക്കാനായിട്ട് പറ്റുമോ? ഓ, ഹെലികോപ്റ്റർ മെനു അതിപ്പെടുത്തിട്ട് എന്തോ ചെയ്യാനാ? ബോട്ടിൻ്റെ സകലമായ സാധനങ്ങളും കഴിയാറായി. ഓക്കെ, അപ്പോൾ ഇപ്പോഴാണ് നമ്മൾ വയറിങ് കണ്ടീഷൻ കണ്ടിട്ട് നമ്മൾ കട്ടിംഗ് പ്ലെയർ എടുക്കാനായിട്ട് പോണത്. നമുക്ക് കട്ടിംഗ് പ്ലെയർ മറ്റേ പാക്കാച്ചിത്തലത്തല്ലേ. ഇപ്പോൾ പാക്കാച്ചിക്ക് പോയി കാണും, കാരണം ഇതുവരെയായിട്ട് കാണുന്നില്ല പുള്ളിക്കാരൻ. ഓക്കെ, നമുക്ക് കട്ടിംഗ് പ്ലെയർ പോയി എടുക്കാം. എടുത്തു. ഓക്കെ, അപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ട് സാധനം. അപ്പോൾ നമ്മൾ നേടി പോവാണ്. ഇതെന്ത് ഓക്കെ. അപ്പോൾ ഗൈസ്, ഓക്കെ പൊട്ടിക്ക്. ഓ, കറണ്ടെല്ലാം പോയാ. ഈ സാധനം എടുത്തിട്ട് എന്താണ് ഇവിടെ പരിപാടി? അല്ലേലും ബോട്ടിൻ്റെ അടുത്തോട്ട് നേരെ നമുക്ക് പോവാം. ഇതെന്തുവാടേ?
ചീഞ്ഞ വെള്ളം കിടക്കുന്നു. ഓ ഈ പാഡ്ലോക്കിയ കാരണമാണ് നമുക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടേണ്ടി വരുന്നത്. ഈ എല്ലാ കുന്തോടെ ഇട്ടിട്ടുണ്ട്. ഇനി വേറെന്താണ് നോക്കേണ്ടത്? എന്തായാലും നമുക്ക് തൽക്കാലത്തേക്ക് ഈ വീലൊന്നും എടുത്തിട്ട് പോവാം. എന്തെങ്കിലും ആവശ്യം വരുവാണെങ്കിൽ അപ്പോൾ കയ്യിലിരിക്കട്ടേന്നേ, നമ്മുടെ കയ്യിലിരിപ്പിലിരിക്കട്ടെ. അയ്യോ ഈ അലമാരിക്കത്തുന്നോ? ഓ ഒന്നുമില്ല. അല്ല സത്യം പറഞ്ഞാൽ നമ്മളിവിടെ കുറേ നേരം കറങ്ങാൻ തുടങ്ങിയിട്ട്. ഇതിൻ്റെ മനുഷ്യൻ ദേഷ്യം പിടിക്കുന്നുണ്ട് കേട്ടോ. കാരണം എന്തെന്ന് വെച്ചാൽ നമ്മൾ പോവാറായപ്പോഴേക്ക് നമുക്കിത് കിട്ടുന്നുണ്ട്. പക്ഷേ അത് കീയെടുത്ത് കുത്താൻ വന്നപ്പോഴോ വേറെ എന്തൊക്കെയോ പരിപാടികൾ നമുക്ക് കാണാം. വീണ്ടും തുമ്മല്. ഇതിപ്പോൾ എത്രാമത്തെ തവണയാണ് ഞാൻ തുമ്മണത്? ഇതിൻ്റെ ഏനയുടെ മണ്ടയിലും കയറാൻ പറ്റുന്നുണ്ട്. സാധനം ബുക്കൊക്കെ നമുക്ക് പാട്ട് പാടാനാണ് അവിടെ വെച്ചേക്കുന്നത്. ഓ ദേഷ്യം പിടിച്ചെന്നെ കല്ല് കയറുന്നുണ്ട്. ഇവിടെ ഇനി എന്തോന്നോ ഇരിക്കണ്. ഇതെന്താണ് ഇവിടെ ഈ വീട് ഉണ്ടാക്കി വെച്ചേക്കുന്നത്? ഒരു ചെറിയ വീടായിരുന്നെങ്കിലേ നമുക്കിത് ഈസി ആയിട്ട് കണ്ടുപിടിച്ചെടുക്കുമായിരുന്നു. ഇതിപ്പോൾ ഒരു വലിയ രാജകൊട്ടാരം പോലെ ഇരിക്കണേ. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമുക്ക് മറ്റേ ഡോർ ലോക്ക് എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ലായിരുന്നോ? ഒരു അലമാരക്കകത്താണോ അതിരിക്കുന്നത്? ഇവിടാണോ നമ്മൾ ഡോർ ലോക്ക്? ഇവിടെ എവിടെയോ കണ്ടത്. എൻ്റെ അമ്മ തുമ്മി ഞാൻ അടുത്തിട്ടോ. എന്നാലും ഡോർ ലോക്കാണോ നീ? ആവശ്യത്തിന് നോക്കുമ്പോൾ ഒരു സാധനവും കാണത്തില്ല, ആവശ്യമില്ലാത്തപ്പോഴും സാധനങ്ങൾ കാണും. അയ്യോ എനിക്ക് ഡോർ ലോക്ക് കൂടെ കിട്ടിയാൽ മതിയായിരുന്നു. ബാക്കിയുള്ള സാമഗ്രികളെല്ലാം എനിക്ക് മനസ്സിലായാണ്. ഇവിടെ ഇത് ഏത് സാധനമാണ്? ഓ അപ്പാപ്പൻ്റെ മുഖം. എൻ്റെ മുഖം കാണുമ്പോൾ തന്നെ അറപ്പായിരുന്നു. തുറക്കാനൊന്നും പറ്റൂലേ ഭണ്ഡാരം. എൻ്റെ പൊന്നോ അതെന്താണ്? ഇതാണ് എൻ്റെ അവസാനത്തെ ഡ്രോ. പാഡ്ലോക്ക് ഗൈസ്. ഇവിടെയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇറങ്ങി അങ്ങോട്ട് പോവാം. ഗൈസ് ഈ പാഡ്ലോക്കി വെച്ചിട്ട് അതിൻ്റെ അകത്തെങ്കിലും എന്തെങ്കിലും ഒരു സാധനം ഇരിപ്പുണ്ടെങ്കിലേ പിന്നെ നിങ്ങൾ കൊല്ലും. ഏതെങ്കിലും അയിനിയുടെ ബോട്ട് കീ അല്ലേ ഗൈസ് നമ്മുടെ അടുത്ത് കിടക്കുന്നേ?
ഇനി ഇതൊക്കെ എവിടെ കൊണ്ട് കുത്തിക്കേറ്റ? എൻജിൻ സ്റ്റാർട്ട്. ഓ യെസ്. ഗയ്സ്, ആരാണ് ഇവിടെ നിൽക്കുന്നത്? ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് പിന്നീട് ഒരു ദിവസം കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.